അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാനത്ത് ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇന്നത്തെ വിഷയം വിജ്ഞാനം എന്നാണ്. റസാനത്തിലെ തുടക്ക ബൈത്ത് റസാനത്തുൽ ഇൽമി മൻ കാനത് തുതഖിലുഹു യംശി ബിഹാ ഖാളിഅൻ മിഖ്ദാറ അത്ഖാലി വയസ്ജുദുൽ ഗുസ്നു ബിൽ അസ്മാരി ഇദ് ഹമലത് أشجاره داليا من بعد إدلالي. ഇന്ന് ഈ 2 വരികൾ ശ്രദ്ധിക്കുക. റസാനത്തുൽ ഇൽമി, അറിവെന്ന ഗാംഭീര്യം. റസാനത്ത് എന്നാൽ ഭാരം, ഗാംഭീര്യം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മൻകാനത്തു വല്ലവനെയും ആ ഗാംഭീര്യം ഭാരമാക്കിയാൽ യംശി ബിഹാ, ആ ഗാംഭീര്യം നിമിത്തമായി അവൻ നടക്കുന്നതാണ്. ഖാളിഅ, അവൻ താഴ്മ കാണിക്കുന്ന നിലയിലാണ് നടക്കുക. മിഖ്ദാറ അത്ഖാലി, ഭാരങ്ങളുടെ കണക്കനുസരിച്ചുകൊണ്ട് അവൻ താഴ്മ കാണിക്കുന്ന നിലയിൽ ആ ഗാംഭീര്യ നിമിത്തമായി അവൻ നടക്കുന്നതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു. വയസ്ജുദുൽ ഗുസ്നു ബിൽ അസ്മാരി ഇദ് ഹമലത് അശ്ജാറുഹു ദാലിയം മിൻ ബഅദി ഇദ്ലാലി. വയസ്ജുദുൽ ഗുസ്നു, വൃക്ഷക്കൊമ്പ് ചായും. ബിൽ അസ്മാരി, പഴങ്ങൾ നിമിത്തമായിട്ട് വൃക്ഷക്കൊമ്പ് ചായും. ഇത് ഹമലത് അശ്ജാറുഹു, പഴങ്ങളെ വൃക്ഷം ചുമക്കുന്ന സമയത്ത് പഴങ്ങൾ നിമിത്തമായിട്ട് വൃക്ഷക്കൊമ്പ് ഇങ്ങനെ ചായും. ദാലിയം മിൻ ബഅദി ഇദ്ലാലി, വൃക്ഷം ഉയർന്ന ശേഷം കുനിയുന്ന നിലയിൽ പഴങ്ങളെ വൃക്ഷം ചുമക്കുന്ന സമയം പഴങ്ങൾ നിമിത്തമായി വൃക്ഷക്കൊമ്പ് ചായും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, മതവിജ്ഞാനം പഠിക്കുന്നവനിൽ അത് കാരണമായി താഴ്മ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വൃക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന കൊമ്പിൽ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിമിത്തമായിട്ട് ആ കൊമ്പ് താഴ്ന്നു വരുന്നതാണ്. പഴങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് കൊമ്പ് കൂടുതൽ താഴ്ന്നുകൊണ്ടേയിരിക്കും. എന്നതുപോലെ അറിവുള്ള, ധാരാളം അറിവുകൾ സമ്പാദിച്ചവൻ, ആ സമ്പാദിച്ചവനിക്ക് താഴ്മ കൂടിക്കൊണ്ടേയിരിക്കും, വിനയം അവനിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു എല്ലാ രീതിയിലുള്ള ഖൈറായ അറിവുകൾ നൽകി, നാഫിയായ അറിവ് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.